കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാറാണ്. ഒരു ചെറിയ വാക്യത്തിൻ്റെ ഭാഗം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 23:10-11. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ കാടി അവൻ്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാത്ത ആരുമില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എല്ലാവരും. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെ നിരന്തരം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഉള്ള പ്രശ്നങ്ങൾ വരണമെന്നില്ല. നമ്മുടെ ഇയ്യോബിൻ്റെ കഥയിൽ നമ്മൾ നോക്കിയാൽ അത് ദൈവനിയോഗപ്രകാരം ഉണ്ടായ പ്രശ്നമാണ്. എന്നാൽ മറ്റു ചില ആളുകളിൽ രോഗം എന്ന പ്രശ്നം വരും. അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന 2 കൊരിന്ത്യർ 12 അത് വല്ലാതെ വരയ്ക്കും. അപ്പോ ഈ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത് നേരിടുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്രകാരം ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ദൈവവുമായിട്ട് സമ്പർക്കം പുലർത്തി ദൈവത്തിൻ്റെ സ്നേഹം അത് അനുഭവിച്ച് നമുക്ക് പ്രതികരിക്കുവാൻ, ആ രീതിയിൽ നമ്മൾ നമ്മുടെ മുഖപ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ, നമ്മുടെ വാക്കുകളിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ കഴിയുക എന്നത് വലിയ ഒരു ദൈവകൃപയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത്. ചിലപ്പോൾ ദൈവം തന്നെ നമുക്ക് ചില പ്രശ്നങ്ങൾ അനുവദിക്കും. യോബിൻ്റെ പോലെ അത്രയും വലുതല്ലെങ്കിലും. ഇപ്പം കർത്താവിലേക്ക് നമ്മെ ആകർഷിക്കാൻ രോഗമാം ദൂതനെ അയക്കുന്നു എന്ന പാട്ടുകാരൻ എഴുതി. കർത്താവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കേണ്ടതിന് രോഗമാം ദൂതനെ അയച്ചെന്ന് വരും. പിശാച് നമ്മെ വഞ്ചിച്ച് നശിപ്പിക്കുവാനായിട്ട് നമ്മെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അതിൻ്റെ അനന്തരഫലമായ വിഷമങ്ങളും അനുഭവിച്ചെന്ന് വരും. എത്രയോ റെയ്ഡുകൾ ഇന്ന് ലോകത്ത് നടക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ എത്രയോ നമ്മൾ ചെയ്ത തിന്മയുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതായത് സാത്താനാൽ നമ്മൾ വഞ്ചിതരായി എന്തെങ്കിലും കാട്ടിക്കൂട്ടി. ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന് ഒരു തേങ്ങയുമായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കള ഡൽഹിക്ക് പോവുകയാണ്. അപ്പം തേങ്ങ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. അപ്പം അതിനുള്ളതായ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം ചെക്കിങ് വരുന്ന ടിക്കറ്റ് എക്സാമിനർ വന്നപ്പോൾ അത് കണ്ടു, വലിയൊരു തുക കൂലി അടിച്ചു. ഉടനെ അത് അടിച്ചപ്പം വേണ്ട ഞാനിത് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു വലിച്ചടിച്ച് ആ വാതിൽ തുറന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് എറിഞ്ഞളഞ്ഞു വെളിയിലേക്ക്. എന്തൊരു ക്രൂരകൃത്യം നോക്കുക. അപ്പം താൻ ചെയ്ത മര്യാദകളാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പം അങ്ങനെ പിശാച് പറ്റിക്കുന്ന ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട്. ദൈവമക്കൾക്ക് അത് ഉണ്ടാകുമെന്ന് അങ്ങനെ ചിന്തിക്കണ്ട, എങ്കിലും ഉണ്ടായെന്ന് വരും. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ, അത് സാധാരണ ചെയ്യാനായിട്ടായാലും അതല്ല ദൈവനിയോഗത്താലായാലും എങ്ങനെയായാലും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പരിണത ഫലമായിട്ടുണ്ടാകാനാലും അതിൻ്റെ നടുവിൽ പാട്ട് പാടുവാൻ, അതിൻ്റെ നടുവിൽ സ്തോത്രം ചെയ്യുവാൻ, അതിൻ്റെ നടുവിൽ പൊയ്യോ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതായത് അവിടെ പറഞ്ഞ് എൻ്റെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവനെ അറിയുന്നു. ഇങ്ങനെയൊക്കെ ആ ഭാഗത്ത് തൻ്റെ സാക്ഷ്യം ശക്തമായി പറയുന്നു. ഇത്രയും പ്രശ്നത്തിന് നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആ ഒരു കൃപ എനിക്ക് നിങ്ങൾക്ക് വേണം. പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഇങ്ങനെ വരേണ്ടതുപോലെയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ചെറിയ നമുക്ക് കഴിയാവുന്നതിന് വേണ്ടതൊന്നും വരില്ല, ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ അത് നമുക്ക് എന്നാലും പ്രശ്നങ്ങളൊക്കെ വരാം. ഈ പ്രശ്നത്തിന് നടുവിലും നമുക്ക് പാട്ട് പാടുവാനും നമുക്ക് ഇതുപോലുള്ള സാക്ഷ്യം പറയുവാനും നല്ലത് കിട്ടുമ്പോൾ മാത്രം സാക്ഷ്യം പറഞ്ഞാൽ മതി. അല്ലാതിരിക്കുന്ന സമയത്ത് മുഖപ്രകാശം പാടാതെ ദൈവത്തെ സ്തുതിച്ച് കർത്താവ് എല്ലാം നല്ലതിനാക്കി തീർക്കുമെന്ന് വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്കും കഴിയണം. അതാണ് സത്യത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ.